കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ യു ഡി എഫിന് കൊടുത്തത് അഭൂതപൂർവമായിട്ടുള്ള ഒരു വിജയമാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ യഥാർത്ഥത്തിൽ ഒരു 120 സീറ്റുകളിലേക്ക് ജയിച്ച പ്രതീതിയാണെന്നും LDFിൻ്റെ പല നേതാക്കളും ജയിച്ചിട്ടുള്ളത് നാമമാത്രമായിട്ടുള്ള വോട്ടുകൾക്കാണ്, ഭൂരിപക്ഷത്തിനാണെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോൾ AN രവീന്ദ്രനാഥ് എന്ന് പറയുന്ന മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അദ്ദേഹം TN പ്രതാപനോട് ജയിച്ചത് തന്നെ 123 വോട്ടുകൾക്കാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് ജയിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട് എന്നുള്ളത് കൂടി നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ ഒരു ആധികാരികമായ വിജയമല്ല ഇടതുപക്ഷത്ത് നിന്ന് ജയിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും കിട്ടിയത്. അതുകൊണ്ട് തന്നെ 102 സീറ്റുകളാണ് സാങ്കേതികമായി UDFന് കിട്ടിയിട്ടുള്ളെങ്കിലും 120 സീറ്റുകളിൽ കൂടി വിജയമാണ് എന്നുള്ളത് നമുക്ക് കാണാം. അതിൽ വലിയ തോതിൽ കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കുന്നതിൽ തന്നെ നമ്മുടെ ജനങ്ങൾ വലിയ താല്പര്യം കാണിച്ചു എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിലേക്ക് വേണ്ട ഭൂരിപക്ഷം 140 സീറ്റുകളിൽ 71 സീറ്റുകൾ മതി. അതിൽ 63 സീറ്റുകൾ കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ചു എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ 7 സീറ്റുകൾ PJ ജോസഫിനുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൂടാതെ ഒരു സീറ്റ് KK രമക്കുണ്ട്, അതുപോലെ തന്നെ CMP കൊണ്ട്, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം തികക്കാനായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസ്സിന് അനിവാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അനിവാര്യമല്ലാതാകുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യം കുറയുകയാണ് വേണ്ടത് മുസ്ലിം ലീഗിൻ്റെ എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് വലിയ തോതിലുള്ള നേട്ടം ഇത്തവണ ഉണ്ടായി എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 27 സീറ്റുകളിൽ മത്സരിച്ച ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് റേറ്റുള്ള, ഏറ്റവും കൂടുതൽ MLA മാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗിനൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നമ്പർ കിട്ടിയിരിക്കുമ്പോൾ, സ്വാഭാവികമായിട്ട് PJ ജോസഫ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് നമ്പർ കിട്ടിയിരിക്കുമ്പോൾ, കൂടാതെ CP ജോണും KK രമക്കടക്കമുള്ള ആളുകൾ ജയിക്കുമ്പോൾ തങ്ങളുടെ വിലപേശൽ ശക്തി കുറയുമോ എന്നുള്ളത് ഏതൊരു മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെ ആശങ്കപ്പെടാനൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിനകത്തെ തമ്മിലടിയാണ്. കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലക്കല്ല 3 പാർട്ടികളായി മാറി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഏറ്റവും കുറച്ചുകൂടി ദുർബലനായിട്ടുള്ള ഒരാളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മുഖ്യമന്ത്രി കൂടി ഞങ്ങളുടെ വരുതിയിൽ നിൽക്കുമെന്ന് പറയുന്ന ഒരു തന്ത്രമാണ് എല്ലാ കാലത്തും തന്നെ മുസ്ലിം ലീഗ് പയറ്റിക്കൊണ്ടിരുന്നത്. ഉമ്മൻചാണ്ടിയൊക്കെ 72 സീറ്റ്, 2 സീറ്റുകളുടെ കേവല ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള കാരണം നമുക്കറിയാം. താക്കോൽ സ്ഥലം കിട്ടണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു, അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൊടുക്കേണ്ടി വന്നു. പിന്നെ നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. കൂടാതെ 5ാം മന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ ഇത്തരത്തിൽ പലപ്പോഴും മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണമാണ്, കുറച്ചുകൂടി അപ്രമാദിത്വമുള്ള ഒരു ഭരണമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷേ ഇത്തവണ അതിനൊന്നും സാധ്യമല്ലാഞ്ഞിട്ട് പോലും മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ഒരു താല്പര്യങ്ങൾ, തങ്ങളുടെ ഈ പറഞ്ഞ പോലെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഒരുങ്ങുകയാണ് എന്നുള്ളത് വേണം നമ്മൾ കണക്കൂട്ടാൻ. അതുകൊണ്ട് അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലും നിസ്സഹായരായി പോകുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മീഡിയ 1 ചാനലും ഒക്കെ ഒരു മുസ്ലിം മത ന്യൂനപക്ഷങ്ങളുടെ അടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ആളായി ഉയർത്തിക്കാട്ടിയിട്ടുള്ളത് വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന, വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങളെ ചെറുക്കുന്ന, മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷകനായി മാറാൻ പോകുന്ന VD സതീശൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം വളരെ ഗംഭീരമായി നിന്ന് പ്രസംഗിക്കുകയും അതിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഖുറാനാണ് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുറാനിൽ എഴുതി വെച്ചിരുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അതെടുത്ത് വായിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള നിലക്കുള്ള പല പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഏതാണ്ട് നടത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഏതാണ്ട് കുറെ SDP-യുടെയും, അതുപോലെ തന്നെ SDP എന്ന് പറഞ്ഞാൽ അവരുടെ നേതാക്കന്മാരുടെ എല്ലാ അടികളുടെയും, അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെയും ഒക്കെ ഒരു നേതാവായിട്ട് നമ്മുടെ VD സതീശൻ മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശന് മറ്റൊരു ഗുണവും കൂടിയുണ്ട്. പാർട്ടിക്കകത്ത് വലിയ പിന്തുണയില്ല, MLA-മാരുടെ പിന്തുണ നാമമാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശനാവുകയാണെങ്കിൽ എല്ലാ കാലത്തും തങ്ങളുടെ വരുതിയിൽ നിൽക്കും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ VD സതീശനെ വരുതിയിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയാകാം എന്നുള്ള ഒരു ശ്രമം മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയും അവർ വളരെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ ഞങ്ങളുടെ പിന്തുണ അത് ജനവികാരം കണക്കിലെടുക്കണമെന്ന്, ജനവികാരം എന്ന് പറഞ്ഞാൽ അത് VD സതീശന് മാത്രമുള്ളതാണെന്നൊക്കെ പറയുകയും യഥാർത്ഥത്തിൽ ഈ മുസ്ലിം ലീഗൊക്കെ തന്നെ സ്പോൺസേഡ് ആയിട്ടുള്ള നിരവധി പ്രകടനങ്ങൾ നടത്തുകയും ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ ചെന്നപ്പോൾ MSF-ൻ്റെ നേതാക്കളും മറ്റ് ചില സംഘടനകളൊക്കെ കൂടി ചേർന്ന് VD സതീശന് സ്വീകരണമൊരുക്കുകയും സൈഡിൽ കൂടി പോയിട്ടുള്ള KPCC പ്രസിഡൻ്റായിട്ടുള്ള സണ്ണി ജോസഫിനെ കൂവുകയും ഒക്കെ ചെയ്യുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടി ഒരു അനുമതി ഇല്ലെങ്കിൽ, ഇവരുടെ കൂടി ഒരു തീരുമാനമില്ലെങ്കിൽ ഇത് ആകുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള KC വേണുഗോപാൽ വിഭാഗമൊക്കെ തന്നെ കർണാടക ന്യൂനപക്ഷ മന്ത്രി
സമീർ അഹമ്മദ് അദ്ദേഹം പാണക്കാട്ടെത്തി സാദിഖ് അലി തങ്ങളെയും മറ്റ് തങ്ങൾമാരെയും ഒക്കെ കാണുകയും ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മലപ്പുറത്തെ ലീഗ് പ്രസിഡൻ്റായിട്ടുള്ള അബ്ബാസ് അലിക്ക് ഇതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയും അബ്ബാസ് അലിയെ വിളിച്ച് കർണാടകത്തിൽ നിന്ന് സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്ന ഒരു കാര്യം. കൂടാതെ കർണാടകത്തിൽ KMCCക്ക് ഒരു MLC സീറ്റ് തന്നെ വാഗ്ദാനം നൽകാമെന്നും, KMCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണ്, ഗൾഫിലുള്ള സംഘടനയാണ്, അവർക്കൊരു MLC സ്ഥാനം തന്നെ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതും കൂടാതെ നിങ്ങൾ അറിയേണ്ടത് വയനാട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ പ്രിയങ്ക ഗാന്ധിയെ കണ്ട് താങ്കളുടെ താല്പര്യം അറിയിക്കുകയും അത് VD സതീശന് അനുകൂലമാണെന്ന് മുസ്ലിം ലീഗിൻ്റെ താല്പര്യം അറിയിക്കുകയൊക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ പ്രിയങ്ക വഴി കൂടി സമ്മർദ്ദം ചെലുത്തി. കാരണം പ്രിയങ്ക അവിടെ നിന്നുള്ളൊരു MP ആണ്. അപ്പോൾ അത്തരത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്താനായിട്ടാണ് തയ്യാറായിട്ടുള്ളത്. ഇത് കൂടാതെ ഈ തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞ് ഷാഫി ചാലിയം എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവും അതുപോലെ തന്നെ നേരത്തെ MLAയും അതുപോലെ ഇപ്പോൾ സെക്രട്ടറിയുമായിട്ടുള്ള പല നേതാക്കളും തന്നെ പുറത്തു വന്ന് ഞങ്ങൾക്കിത് വലിയ നാണക്കേടാണ്, നിങ്ങളൊന്ന് തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിർബന്ധത്തിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് VD സതീശനെ മുഖ്യമന്ത്രിയായി അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പുറകിൽ തങ്ങളുടെ ഈ പറഞ്ഞ പോലെ കുറേ കൂടി ഒരു അധികാരം അരക്കിട്ടുറപ്പിക്കാമെന്ന് പറയുന്ന ഒരു തന്ത്രമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അവർ ഇത്തരത്തിലുള്ള നിലപാടുകളൊന്നും എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡ് കൂടിയുണ്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ മുഖ്യമന്ത്രിയായാൽ ഇതുപോലെ മൗദൂദികളുടെയും അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്ന ഒരു വൻ പ്രചരണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. പ്രത്യേകിച്ചും SNDPയും NSSും ഒക്കെ അദ്ദേഹത്തിന് എതിര് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വൻ പ്രചരണത്തിന് യഥാർത്ഥത്തിൽ ഇപ്പം തന്നെ പ്രതീഷ് വിശ്വനാഥനെ പോലെയുള്ള ആളുകൾ UDFൽ ഹിന്ദു MLAമാരുടെ നമ്പർ വളരെ കുറവാണെന്ന് പറഞ്ഞ ആരോപണമൊക്കെ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ കൂടി ശക്തിയോടും കൃത്യതയോടും കൂടി നാളെ ഈ പറയുന്ന പോലെ ശശികല അടക്കമുള്ള BJPയുടെ നേതാക്കളടക്കമുള്ള RSS തീവ്ര നിലപാടുകളുള്ള ആളുകളടക്കം ഉന്നയിക്കാനുള്ള സാധ്യതകളിലേക്ക് ഒരുങ്ങുന്നു എന്നുള്ളത് അത് കേരളത്തിന് ഒട്ടും ഗുണകരമാവില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മുസ്ലിം ലീഗും ബാക്കിയുള്ളവരൊക്കെ പയറ്റിക്കൊണ്ടിരിക്കുന്നു. ആ തന്ത്രങ്ങൾക്ക് ഹൈക്കമാൻഡ് വഴിപ്പെടുമോ എന്നുള്ളത് മാത്രമാണ് നമ്മളിനി കാണാനിരിക്കുന്ന ഒരു കാര്യം. ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. കാരണം നമ്മുടെ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മെമ്പർഷിപ്പ് സ്കീം, അത് യൂട്യൂബ് നൽകുന്ന ഒരു ഓപ്ഷനാണ്, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സബ്സ്ക്രിപ്ഷൻ ബട്ടൻ്റെ സൈഡിൽ തന്നെ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. ആ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ പല ലെവലുകളിലുള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്യാം. ലെവൽ 1ൽ 179 രൂപ എന്ന് പറയുന്ന ചെറിയ എമൗണ്ടാണ്. ലെവൽ 2വിൽ 359 രൂപയാണ്. ലെവൽ 3ൽ 799 രൂപയാണ്. പിന്നെ ലെവൽ 4ഉം ലെവൽ 5ഉം ഒക്കെ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഈ ചാനൽ നിലനിൽക്കണമെന്നും വളരെ സത്യസന്ധമായും മറ്റാരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെയും നിൽക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഇതിങ്ങനെ മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളോ വീഡിയോസോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള വാർത്തകളായിരിക്കും നിങ്ങൾക്ക് തരിക എന്നുള്ളതും മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ വാർത്തകളാക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഉറപ്പ് നൽകാനുള്ളത്. രണ്ടാമതൊരു കാര്യം, ഇതൊന്നുമല്ല നിങ്ങൾക്കിത് മന്ത്ലി ഉള്ള ഒരു മെമ്പർഷിപ്പാണ്. അതല്ല നിങ്ങൾക്ക് ഒറ്റത്തവണത്തേക്ക് വലിയ സപ്പോർട്ടുകൾ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക്, അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കട്ടെ. ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവർ, കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ വിഷമം തോന്നി. സാർ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് കഴിയാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ അവസ്ഥയിലായിട്ടുള്ള ആളുകൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മുഴുവനായും ഈ വീഡിയോകൾ കണ്ടുകൊണ്ടും താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടും മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മതി. അതല്ല, കഴിയാവുന്ന ആളുകൾ ഇത്തരത്തിൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം വലിയ നിരവധി ഒരുപാട് കുറേ കൂടി വലിയ ക്ലാരിറ്റിയുള്ള വീഡിയോകൾ, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പരാജയപ്പെട്ടത്, എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് എടുക്കണം എന്നുണ്ട്. ആ പോഡ്കാസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റുഡിയോ റെൻറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും തന്നെ ഒരു 2-3 മണിക്കൂറിലേക്ക് ആകുമ്പോൾ ഒരു 10,000-12,000 രൂപയൊക്കെ വരും. അപ്പോൾ അത്തരത്തിൽ വലിയ പണച്ചിലവുള്ള കാര്യമാണ് ഒരു പോഡ്കാസ്റ്റ് പോലും. പക്ഷെ അത്രയും പണമൊന്നും ഒരിക്കലും യൂട്യൂബിൽ നിന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതകളില്ല. അതുകൊണ്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളോട് ഇത്തരത്തിലുള്ള സപ്പോർട്ട് ചോദിക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. അല്ലാതെ വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയില്ല. ചെയ്യാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി.